കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം നമ്മളെ ജീവനോടെ ഇരുത്തി ആ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നമുക്ക് കരയേറ്റാം. അതെ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ, അതെ, നമുക്ക് പ്രതിഫലം തരുവാൻ തക്കവണ്ണം കർത്താവ് ഇനിയും അധിക നാളില്ല നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരുവാൻ. അതെ, ആ ദൈവിക ഭവനത്തിൽ നമുക്ക് പുതിയ വീടുകൾ ഒരുക്കിയിട്ട് കർത്താവ് നമ്മളെ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുവാൻ തക്കവണ്ണം അധികം താമസമില്ലാതെ വരും. ആ താമസമില്ലാതെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാവർക്കും കർത്താവിനോട് കൂടി എടുക്കപ്പെടുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങളെല്ലാം എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും എൻ്റെ വന്ദനം ഒന്നുകൂടെ അറിയിക്കുന്നു. നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അപ്പോൾ തന്നെ 24ഉം 25ഉം അധ്യായവും നമ്മൾ ഫിനിഷിങ്ങിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓരോ ദിവസങ്ങളായി ഞാൻ കുറേശ്ശെ നിങ്ങളെ വാക്യങ്ങളെ നിന്നും ചിന്തിച്ച് നിങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചു എന്ന് വേണം പറയാൻ. നമ്മൾ 25-ാം അധ്യായം ഇന്ന് ഫിനിഷിങ്ങിൽ എത്തുകയാണ്. അപ്പം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വായിച്ചതിന് ശേഷം വചനം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്ത് ഉള്ളവരോടെ അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാൺമാൻ വന്നു. തടവിൽ ആയിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി
കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും? രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലും ആയിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചെമ്മരിയാടുകളെയും കോലാടുകളെയും കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമുക്ക് ഉള്ളത്. ഈ അധ്യായം ഇപ്രകാരമുള്ള ഒരു ആമുഖത്തോടു കൂടി ആരംഭിക്കുന്നതിന് മതിയായ കാരണങ്ങളുള്ളതാണ്. അതായത് ഈ വേദഭാഗം മിക്കപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റി വ്യാഖ്യാനിക്കപ്പെടുകയോ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യാറുണ്ട്. അതിനൊരു കാരണം ഈ ഭാഗം ഒലിവുമല പ്രഭാഷണത്തിലെ സന്ദർഭത്തിന് അനുയോജ്യമല്ലെന്ന് ചിലർ കരുതിയത് കൊണ്ടാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 24, 25 എന്നീ അധ്യായങ്ങളിൽ മൊത്തം വിശദീകരിക്കപ്പെടുന്ന വിഷയങ്ങൾ ഇനിയും വരുവാനുള്ള ഭാവികാല സംഭവങ്ങളെ പറ്റിയുള്ളതാണ്. ഈ പ്രഭാഷണത്തിൽ കൂടി യേശുക്രിസ്തു ഭാവികാല പീഡനം, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ ആവിർഭാവം, യഹൂദർ അനുഭവിക്കേണ്ടതായി വരുന്ന ദുരന്തങ്ങൾ, തൻ്റെ വരവ്, ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവിടുന്ന് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിനും ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപനത്തിനും ഇടയിലായി ഭൂമിയിലെ സകല രാജ്യങ്ങളുടെയും ന്യായവിധി നടപ്പിലാക്കുന്നതാണ്. അതിനെപ്പറ്റിയാണ് ഈ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത്. യേശു തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനായി അവിടുത്തെ രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി സകല ജനതയെയും തിരുസന്നിധിയിൽ ഒന്നിച്ചു കൂട്ടും. വാക്യം 31. മത്തായി എഴുതിയ സുവിശേഷം 24:29 കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലെ ദുരിതങ്ങൾ അവസാനിച്ചാൽ ഉടൻ മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ ചിഹ്നം ആകാശത്ത് ദൃശ്യമാകും എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷത വരവിന് തൊട്ടു മുൻപ് നടക്കുന്ന മഹോപദ്രവ കാലത്ത് യഹൂദ ജനത വൻ തോതിലുള്ള ദുരിതങ്ങൾക്ക് ഇരയാകേണ്ടതായി വരുന്നതാണ്. കർത്താവ് പറഞ്ഞതിന് പ്രകാരം അവൻ സകല രാഷ്ട്രങ്ങളെയും നിന്ദയ്ക്കും വെറുപ്പിനും വിധേയരാക്കും. 24:9 വായിച്ചു നോക്കണം. അവരെ സകല രാഷ്ട്രങ്ങളും വെറുക്കുന്നതിനുള്ള കാരണം അവർ യഹൂദന്മാരാണെന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ക്രിസ്തു വിരുദ്ധ രാഷ്ട്രങ്ങൾ യേശു ഒരു യഹൂദനായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതും ഈ വെറുപ്പിന് ആക്കം കൂട്ടും. യേശുക്രിസ്തു ജൂതമശിഹയും അവിടുന്ന് ആദ്യം വന്നത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ തേടിയാണ്. മത്തായി എഴുതിയ സുവിശേഷം 15:24 നിങ്ങൾ വായിക്കുക. ഇസ്രായേൽ എന്ന ജൂതരാജ്യത്ത് ജനിച്ച യേശു അവിടെ തന്നെ വളർത്തപ്പെട്ടു, ശുശ്രൂഷകൾ നടത്തി, മരണപ്പെട്ടു, മരണത്തിൽ നിന്ന് ഉയർക്കപ്പെട്ടു, സ്വർഗാരോഹണം ചെയ്തു, വീണ്ടും വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമായി ജൂത സമൂഹം പീഡനത്തിന് വിധേയരാകും, അവഗണിക്കപ്പെടും, തടവിൽ അടയ്ക്കപ്പെടും, അധിക്ഷേപിക്കപ്പെടും, വിധിക്കപ്പെടും. കാരണം ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രാബല്യത്തിൽ വരുത്തുന്ന എതിർ ക്രിസ്തു ജൂത സമൂഹത്തിൻ്റെ നേർക്ക് തൻ്റെ ക്രോധത്തിൻ്റെ കെട്ട് അഴിച്ചുവിടുന്നതാണ്.
ഈ ഭൂമിയിൽ ഏകലോക സർക്കാരിൻ്റെ നേതൃത്വം കയ്യേറ്റ് ഭരണചക്രം തിരിക്കുന്നത് എതിർ ക്രിസ്തു ആയിരിക്കും. അവനും കള്ളപ്രവാചകനും ചേർന്ന് സകല മനുഷ്യരും തങ്ങളുടെ കൈകളുടെ പുറത്തോ നെറ്റിയിലോ ഒരു അടയാളമായി ഇടുന്നതിനായി നിർബന്ധിക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വായിക്കുക. ഇപ്രകാരമുള്ള മുദ്രകൾ ഇല്ലാത്തവർക്ക് വസ്തുവകകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അർഹതയില്ലാതാകും. ഈ ദുരവസ്ഥ അഭിമുഖീകരിക്കുന്ന യഹൂദരെ സഹായിക്കുവാൻ, അവർക്ക് അഭയം നൽകുവാൻ ആരാണ് മുന്നിട്ടിറങ്ങുക? ഒരു നേരത്തെ ആഹാരമോ കുടിനീരോ നൽകുന്നതിനും അത്യാവശ്യ വസ്ത്രങ്ങളും പാർപ്പിടവും നൽകുന്നതിനും ആരാണ് സന്മനസ് കാണിക്കുക? യേശുവിൻ്റെ സഹോദരവർഗമായ അവർക്ക് ആവശ്യത്തിനുള്ള ഉദവികൾ ആരാണ് നൽകുക? അതിൻ്റെ ഉത്തരം പീഡനകാലത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ മാത്രം എന്നതാണ്. പീഡനകാലത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾ മാത്രമേ തങ്ങളുടെ ജീവനെ പോലും തൃണവൽക്കരിച്ച് ജൂത സഹോദരന്മാർക്ക് വേണ്ട സഹായം നൽകുവാൻ തയ്യാറാകുകയുള്ളൂ. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു പ്രധാന വസ്തുതയാണ്. ഇത് വ്യക്തമായി ഗ്രഹിച്ചു എങ്കിൽ മാത്രമേ ആഴത്തിൽ ഈ വിഷയം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യം യുഗാന്ത്യകാലവുമായി ബന്ധപ്പെട്ടതല്ലെന്ന രീതിയിൽ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റുമ്പോൾ, അതായത് പ്രവൃത്തിയിലൂടെയുള്ള രക്ഷാമാർഗം എന്ന് പഠിപ്പിക്കുമ്പോൾ നാം ഈ വിഷയത്തിൽ നിന്നും വഴുതി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇക്കാര്യങ്ങളൊക്കെ ആശുപത്രി സന്ദർശനം, ജയിൽ സുവിശേഷം, സാധുജന സംരക്ഷണം, ആതുര സേവനം തുടങ്ങിയവയിൽ കൂടി ലഭിക്കുന്ന ആത്മരക്ഷ, മറ്റ് ശുശ്രൂഷകൾ തുടങ്ങിയ പഠിപ്പിക്കലുകൾ യേശുക്രിസ്തുവിൻ്റെ കാലാനുബന്ധമായ സന്ദേശത്തെ പാടെ അവഗണിക്കുന്നതാണ്. ഇത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന മഹത്തായ വെള്ളസിംഹാസന ന്യായവിധിയുമല്ല. ഇത് മഹോപദ്രവ കാലത്തിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഉള്ള ന്യായവിധിയാണ്. അതിഭീകരമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ ജൂതജനതയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി സംരക്ഷിച്ച ഇതര ജനവിഭാഗങ്ങൾ തങ്ങൾ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ പിൻഗാമികളാണ് എന്ന് തെളിയിക്കപ്പെടും. ഈ സമയം ന്യായവിധിക്കായി യേശുവിൻ്റെ മുൻപിൽ അണിനിരക്കുമ്പോൾ മഹോപദ്രകാലത്ത് ജീവിച്ചിരുന്ന സകല ജാതികളിലും ഉൾപ്പെട്ട ജനസമൂഹമാണ്. അവർ എപ്രകാരമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ യഹൂദന്മാരോടൊപ്പം നിന്ന് അവരെ സഹായിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രസ്തുത ന്യായവിധി നടപ്പിലാക്കുക. ആപത്ഘട്ടത്തിൽ പീഡിതർക്കൊപ്പം നിന്ന് അവരുടെ കണ്ണീരൊപ്പാൻ കൂട്ടാക്കാതിരുന്നവർ യേശുവിനൊപ്പം അല്ല എന്നും സഹായം ചെയ്തവർ യേശുക്രിസ്തുവിൻ്റെ അനുയായികളാണെന്നും തെളിയിക്കുന്നു. അതിനാൽ കോലാടുകൾ ഏതാണ്, ചെമ്മരിയാടുകൾ ഏതാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാനിടയില്ല. ലോകത്തിലുള്ള സകല ജനസമൂഹങ്ങളെയും യേശു 2 കൂട്ടങ്ങൾ മാത്രമായിട്ടാണ് തരംതിരിക്കുന്നത്. ഒരു വിഭാഗം ദൈവരാജ്യത്തിങ്കിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടവരും, മറ്റൊരു വിഭാഗം നിത്യ അഗ്നിയിലേക്ക് എറിയപ്പെടുവാൻ വിധിക്കപ്പെട്ടവരുമാണ്. വീണ്ടും വരവിനും ന്യായവിധിക്കും തൊട്ടു പിന്നാലെ നടക്കുന്ന കാര്യം ദൈവരാജ്യ സ്ഥാപനമാണ്. പഴയ നിയമകാലത്തുടനീളം കാണുന്നത് ദൈവം അക്ഷരീകമായി അവർക്ക് നൽകിയ ഒരു ഭൗതിക രാഷ്ട്രത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇതിനെപ്പറ്റി പഴയ നിയമഭാഗങ്ങളിൽ ധാരാളം വിവരണങ്ങളുണ്ട്. തൽസംബന്ധമായി കൂടുതൽ വ്യക്തത വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. ആ രാജ്യം 1000 വർഷം നീണ്ടു നിൽക്കുന്നതായി യോഹന്നാൻ നമ്മോട് പറയുന്നു. ഇതിനെപ്പറ്റി ലോകസ്ഥാപനത്തിന് മുൻപായി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുക, വാക്യം 34 അവകാശമാക്കിക്കൊള്ളുക എന്നാണ് പറയുന്നത്. മഹോപദ്രവകാലത്ത് വിശ്വാസത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നതാണ്. ഇസ്രായേലിയരുമായി ഉള്ള ബന്ധത്തിൽ അവർ പ്രകടിപ്പിച്ച കരുതൽ ക്രിസ്തുവിലൂടെയുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. അവരുടെ പ്രവൃത്തികൾ ഒരിക്കലും അവർക്ക് ആത്മരക്ഷ നൽകുന്നില്ല. എന്നാൽ
അവരുടെ പ്രവൃത്തികളിലൂടെ തങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവർ ആണെന്ന് തെളിയിക്കുകയാണ് അവർ ചെയ്തത്. എതിർ ക്രിസ്തുവിൻ്റെ ചേരിയിൽപ്പെട്ട യഹൂദേതര സമൂഹം ജൂതരെ കഠിനമായി വെറുക്കുകയും അതവർക്ക് യാതൊരു സഹായ സഹകരണങ്ങളും നൽകാതിരിക്കുകയും ചെയ്യും. അവരെയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ദൈവരാജ്യത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നത്. അവർ നിത്യ നരക അഗ്നിയിലേക്ക് വീഴ്ത്തപ്പെടുന്നതാണ്. നരകമെന്നത് പിശാചിനും അവൻ്റെ കിങ്കരന്മാരുമായ ദുഷ്ടാത്മ സേനാ വ്യൂഹത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട ഇടമാണ് എന്നാണ് കർത്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. വാക്യം 41 നിങ്ങൾ വായിച്ചു നോക്കുക. ദൈവം നരകം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയല്ല, എന്നാൽ ഒട്ടനവധി ആളുകൾ അവിടെ ചെന്ന് അടിയുന്നതാണ്. കാരണം അവർ സത്യനാഥനായ കർത്താവിനെ തിരസ്കരിച്ച് വെളിച്ചത്തിൽ നടക്കുന്നതിന് പകരം അന്ധകാരത്തിൻ്റെ അധിപതിയായ സാത്താനെ പിന്തുടരുകയാണ് ചെയ്തത്. അപ്രകാരം ക്രിസ്തുനാഥനെ പരിത്യജിച്ച സകലമാന പേരും മഹോപദ്രവകാലത്ത് ജീവിച്ച ദുഷ്ടന്മാർ ഉൾപ്പെടെ അവിടെയാണ് എത്തിച്ചേരുന്നത്. സുവിശേഷത്തിൻ്റെ സന്ദേശം തെളിവായി അറിഞ്ഞിട്ടില്ലാത്തവരും അവിടെ എത്തിച്ചേരും. കാരണം അവരും അതിനെ അന്വേഷിച്ച് പിന്തുടർന്നില്ല. അവർ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത സുവിശേഷ സന്ദേശം അനുസരിക്കാതിരുന്നത് കൊണ്ട് മാത്രമല്ല, പിന്നെയോ സത്യദൈവത്തെ അറിയുവാനോ സ്നേഹിക്കുവാനോ അവർ തയ്യാറാകാതിരുന്നത് കൊണ്ട് കൂടിയാണ്. അതിന് പകരം അവർ അവരുടെ പാപത്തെയും വീഴ്ചകളെയുമാണ് ഇഷ്ടപ്പെട്ടത്. അവർ സ്നേഹിച്ചത് അവരുടെ മനസ്സ് രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ ദേവന്മാരെ മാത്രമാണ്. അതിനാൽ അവർ ദൈവം പിശാചിനും അവൻ്റെ കിങ്കരന്മാർക്കുമായി മാത്രം ഒരുക്കിയ ഇടത്തിൽ തന്നെ എത്തിക്കുന്നതാണ്. 46-ാം വാക്യത്തിൽ കാണുന്ന ഒരിക്കലും അവസാനിക്കാത്ത നിത്യജീവൻ എന്ന പദത്തിന് മൂലഭാഷയിലും അതേ അർത്ഥം തന്നെയാണ് ഉള്ളത്. വിവിധ ഇംഗ്ലീഷ് പരിഭാഷകളിൽ അത് നിത്യത, ഇറ്റേണിറ്റി എന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ പദത്തിന് ഊന്നൽ നൽകുന്നതിൻ്റെ ഒരു കാരണം നിത്യജീവൻ എന്നതുപോലെ തന്നെ ശിക്ഷാ കാലയളവും നിത്യമായിരിക്കുന്നതിനാലാണ്. 2 നിത്യകാലത്തേക്കുള്ളതാണ്. ഇതിന് വിപരീതമായി വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. അവരിൽ ക്രിസ്ത്യാനികളും ഉൾപ്പെടും. ദുഷ്ടന്മാരുടെ ശിക്ഷാ കാലയളവ് നിത്യകാലമാണെന്ന് അംഗീകരിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. ബൈബിൾ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായ മറ്റ് പല പോംവഴികളും അവർ കണ്ടുപിടിക്കുന്നുമുണ്ട്. അതിലൊന്ന്, ദൈവം കാലക്രമേണ തൻ്റെ മനസ്സു മാറ്റി ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുമെന്നാണ്. മറ്റൊരു പഠിപ്പിക്കൽ, നരകത്തിലെത്തുന്ന ആത്മാക്കൾ ഇല്ലാതെ ആകപ്പെടുന്നതിനാൽ അവർക്ക് നിത്യശിക്ഷാകാലം അനുഭവിക്കേണ്ടതായി വരുന്നില്ല എന്നതാണ്. നരകത്തെ പറ്റിയുള്ള വിവരങ്ങൾ അംഗീകരിക്കുന്നത് വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്നതും അംഗീകരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങളാണ്. എന്നാൽ ദൈവവചനം സംശയത്തിന് ഇട നൽകാതെ പ്രഖ്യാപിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവസന്നിധിയിൽ നിന്നും നിത്യ ആനന്ദവും സന്തോഷവും ആസ്വദിക്കുന്നത് പോലെ തന്നെ നരകത്തിൽ ആണ്ടുപോയവർ നിത്യ ദുരിതവും അനന്തമായ പീഡനങ്ങളും അനുഭവിക്കേണ്ടതാണ്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും യേശുവിൻ്റെ തിരുവായ് മൊഴികളിൽ പെട്ടവയാണ് എന്നുള്ളതാണ്. ഇത് പഠിപ്പിച്ചത് പാപ സ്വഭാവവും സ്വാർത്ഥതയും വിദ്വേഷവും പ്രതികാര ചിന്തയും ലക്ഷ്യമാക്കുന്ന ഒരാളല്ല. ഇത് മത്തായി എഴുതിയ സുവിശേഷം 12:20 കാണുന്ന ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല എന്നും ഞാൻ സൗമ്യനും വിനീത ഹൃദയനും ആണെന്നും 11:29 പറഞ്ഞ ദൈവപുത്രൻ്റെ വചനങ്ങളാണ്. എന്നാൽ അവിടുന്ന് തുടർച്ചയായി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ദുർവൃത്തരുടെ ഭാവികാല ശിക്ഷാവിധി നിത്യമാണെന്നും അഗ്നി നരകത്തിലും അവർക്ക് ആത്മബോധം ഉണ്ടായിരിക്കും എന്നുമാണ്. ഇതൊക്കെ നമ്മുടെ സാധാരണ ബുദ്ധിയിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്നതിനപ്പുറമുള്ള വസ്തുതകളാണ്. അതിൻ്റെ ആഴം അതിൻ്റെ ആഴം എന്തെന്ന് അളക്കുവാൻ നമുക്ക് ശേഷിയില്ലെന്നുള്ള കാരണത്താൽ അതൊന്നും തട്ടിത്തെറിപ്പിച്ച് കളയുവാൻ നമുക്ക് ആകില്ല. അതിനൊക്കെ ധാരാളം ആളുകൾ മുൻകാലങ്ങളിൽ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളതാണ്.
ആ നിത്യാഗ്നി അണയുകയോ ആളുകൾക്ക് മരണമുണ്ടാകുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. അത് തീർച്ചയായും അതിഭീകരമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും. അത് വിവരണാതീതവും നമുക്ക് ഭാവന ചെയ്യുവാൻ കഴിയുന്നതിലും ദുരിതപൂർണമായ അവസ്ഥയായിരിക്കും. എന്നിരുന്നാലും സ്ത്രീ പുരുഷൻ അവിടെ തന്നെ എത്തിച്ചേരുവാൻ തത്രപ്പെട്ട് ഓടി നടക്കുന്നത്. ഒലൂമല പ്രഭാഷണത്തിൽ കർത്താവ് നടത്തിയ അവസാന പ്രസ്താവന രക്ഷിക്കപ്പെട്ടവരുടെയും നഷ്ടപ്പെട്ടവരുടെയും നിത്യശിക്ഷാവിധി സംബന്ധിച്ചായിരുന്നു. ആ ഭാഗം അവസാനിക്കുന്നത് നിത്യജീവനെയും നിത്യശിക്ഷാവിധിയെയും കുറിച്ച് പറഞ്ഞുകൊണ്ടുമാണ്. അതെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ്? കർത്താവുമൊത്ത് നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലാണോ നിങ്ങൾ? അതോ നിത്യനാശത്തിൽപ്പെട്ട് ശിക്ഷാവിധി അനുഭവിക്കുന്നതിന് ഒരുക്കപ്പെട്ട സാത്താനും അവൻ്റെ പിന്നണികളുമായി ഒരുക്കപ്പെട്ട നരകാഗ്നിയിലേക്ക് നയിക്കപ്പെടുന്ന ആളാണോ? ഇനിയും അവിടേക്ക് തന്നെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ തൽസംബന്ധമായ മുന്നറിവുകൾ നിങ്ങൾക്കൊരിക്കലും ലഭിച്ചിരുന്നില്ലെന്ന് പറയുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിച്ചതിന് ശേഷം അതിനെ വ്യക്തമാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കി എവിടേക്ക് നമ്മൾ പോകണം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആ ദൈവഹിതമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ, നിശ്ചയമായിട്ടും നമുക്കൊരുക്കിയ ഭവനം എവിടാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അത് നിത്യ നരകമാണോ നിത്യ സ്വർഗമാണോ എന്ന് നമ്മൾക്ക് ഈ ഭൂമിയിൽ വെച്ചാണ് തീരുമാനിക്കാനുള്ള സമയം. ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ട് എൻ്റെ സ്വഭാവം മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, അതിനൊരു എക്സ്ക്യൂസും ഇല്ല. ഇവിടാണ് നമ്മുടെ സമയം. ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കണം. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണമേ, നമുക്ക് എവിടേക്ക് പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കർത്താവിനെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷ ചെയ്ത്, അല്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ആത്മസ്വഭാവത്തിന് കർത്താവിനോട് അനുരൂപപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണോ, ദിനം പ്രതി രൂപാന്തരപ്പെട്ട് അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ആത്മാവിന് കീഴ്പ്പെട്ട് ഹല്ലേലൂയ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ വികാരങ്ങൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടേതായ ജഡിക ഇഷ്ടത്തിനും നമ്മുടെ ബുദ്ധി പ്രമാണത്തിനും കീഴ്പ്പെട്ടല്ല നിൽക്കേണ്ടത്. ബുദ്ധി ആവശ്യമാണ്, എന്നാൽ അതിനപ്പുറമായി ആത്മാവിന് കീഴ്പ്പെട്ടാണോ ഇന്ന് ജീവിക്കുന്നത്? നിശ്ചയമായും ആത്മാവിന് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും കൺഫേമാണ് നമുക്ക് സ്വർഗം. ഇന്ന് പകൽക്കാലം എവിടെ പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്കതിന് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ സ്വതന്ത്ര ചിന്താഗതി തന്നിട്ടുണ്ട് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ലോകത്തിൻ്റെതായ കൺമോഹവും ജഡമോഹവും ജീവനത്തിനുള്ള പ്രതാപവും വെറിക്കൂത്തുകളിലും ദൈവത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളിലും അകപ്പെട്ട് നമ്മുടെ സമയം ചെലവഴിച്ച് നമ്മുടെ കർത്താവ് ഇന്ന് വന്നാൽ നമ്മൾക്ക് പോകാൻ കഴിയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെട്ടാൽ. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ദൈവം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ ദിനം പ്രതി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ദിവസവും കേൾക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും പിന്നെയും പരിച്ഛേദന അകത്തുണ്ടാകണം. ഹല്ലേലൂയ. അതിനായി നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മൾ ഇവിടെ വെച്ച് എന്തൊക്കെ കാര്യത്തിന് തത്രപ്പെട്ട് ഓടുവാണ്. അത് സമ്പാദിക്കണം, ഇത് സമ്പാദിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാന്യത വേണം, ഒക്കെ എല്ലാം നല്ല കാര്യം. നമുക്ക് സമ്പത്തുണ്ട്, നല്ല കാര്യം. ഭവനം വേണം, നല്ല കാര്യം. തലമുറകളുടെ കാര്യം, എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഇവിടം കൊണ്ട് തീരുമ്പോൾ ഇത് ആവശ്യമല്ലെന്നല്ല പറഞ്ഞത്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറമായി മുന്നമേ കർത്താവിൻ്റെ രാജ്യത്തെ നീതിയെക്കുറിച്ചും അന്വേഷിക്കുകയും കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുകയും
അതെ ഹല്ലേലൂയ, അനേകരെ ദൈവത്തിങ്കിലേക്ക് ഒരുക്കുവാനും ആദായപ്പെടുത്തുവാനും അതെ നമ്മൾ സത്യമറിഞ്ഞ ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കിയെങ്കിൽ ആ സത്യത്തിൽ അനേകരെ വഴി നടത്തുവാനും അതെ ആയിരിക്കേണ്ട ഈ സമയം വളരെ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, നിർവ്യാജ സ്നേഹത്തോടെ, നീതിയോടെ, സത്യത്തോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ഒരുപക്ഷെ നമ്മൾ സുവിശേഷ സംബന്ധമായിട്ട് നമ്മൾ അനേകരോട് സുവിശേഷം പറയുകയും അല്ലെ നമ്മൾ അതെ സത്യത്തിൽ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്തപ്പോൾ കർത്താവിനെ ബെയൽസബൂലിൻ്റെ തലവൻ എന്ന് പറഞ്ഞു, തച്ചൻ്റെ മോൻ അപഹസിച്ചു, പരിഹസിച്ചു, നിന്ദിച്ചു. ഒരുപക്ഷെ നമ്മളെ ആക്ഷേപിക്കുന്നവർ കാണും. സാരമില്ല, ആക്ഷേപിച്ചോട്ടെ, അവർ നിന്ദിച്ചോട്ടെ, പരിഹസിച്ചോട്ടെ. അവരുടെ അകത്തിൽ പരിശുദ്ധാത്മാവ് എത്രത്തോളം വസിക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ സംസാരവും അവരുടെ ചിന്തയും. നമ്മളെന്താ ചെയ്യേണ്ടത്? അവർക്കറിവില്ലെങ്കിൽ അല്ലെങ്കിൽ അവരതങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ അവരും നമ്മുടെ സമശിഷ്ടമല്ലേ? അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ ആ ഓർത്ത് ആരെന്ത് പറഞ്ഞാലും അവരെ ഫോക്കസ് ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, ആ ദൗത്യം കർത്താവ് അങ്ങനെ ചെയ്തേ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യത്തിൽ കർത്താവ് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ കർത്താവിനെ എറിഞ്ഞവരെയും കർത്താവിനെ കഷ്ടപ്പെടുത്തിയവരെയും നിന്ദിച്ചവരെയും പരിഹസിച്ചവരെയും ഭൂതത്തിൻ്റെ തലവനെന്ന് വിളിച്ച ഒന്നും കർത്താവ് ശ്രദ്ധിച്ചില്ല. അവരെ ഒന്നും ഫോക്കസ് ചെയ്തില്ല. നമ്മുടെ കർത്താവ് ദൗത്യം പൂർത്തിയാക്കി കർത്താവ് സ്വർഗത്തിലേക്ക് മടങ്ങി പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നു. സ്റ്റെഫാനോസിനെ ശ്രദ്ധിച്ചാലും എറിഞ്ഞ കല്ലോ നിന്ന് എറിഞ്ഞവരാരാന്നോ ഒന്നും പുള്ളി നോക്കിയില്ല. ആ വിശുദ്ധ അതെ ആ കർത്തൃദാസൻ നേരെ സ്വർഗത്തിലിരിക്കുന്ന സിംഹാസനത്തെയും അവിടെ നിന്ന് എഴുന്നേറ്റ് കർത്താവ് അതെ സ്വീകരിക്കാനിരിക്കുന്ന യേശുവിനെയുമാണ് കണ്ടത്. നമ്മൾ ഉയരത്തിലുള്ളത് കാണുക, നമ്മുടെ പ്രതികൂലങ്ങളെ കാണരുത്. യഥാർത്ഥ ഒരു വിശ്വാസിയാണ് ഞാനും. പല അതേ നിങ്ങളോടിങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ ഞാനും പല സമയങ്ങളിൽ വ്യാകുലപ്പെട്ടിരുന്ന് ചിന്തിച്ച് വേദനിച്ച് എൻ്റെ പ്രതികൂലങ്ങൾ എന്നെ ഒന്നൊന്നായി വേട്ടയാടി എന്നെ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികളുടെ മുന്നിൽ ഞാൻ പലപ്പോഴും ഏലിയാവിൻ്റെ കൂട്ട് ചൂരച്ചെടിയുടെ ചോട്ടിലിരിക്കാൻ ശ്രമിച്ചപ്പോഴും, ഏലിയാവേ നിനക്കെന്തിവിടെ കാര്യം, നിനക്ക് നീ കുറേ ദൂരം കൂടെ സഞ്ചരിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞത് ഞാൻ നന്നായി ഓർക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മളെ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഒറ്റപ്പെടുത്തുന്നവരെയും നമ്മളെ അവഹേളിക്കുന്നവരെയും അതെ ഇവൻ തച്ചൻ്റെ മോനല്ലയോ, ഇവൻ എന്തോ പഠിപ്പുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ എനിക്കും എന്ത് പഠിപ്പുണ്ട്, ഞാനിതൊക്കെ പറയാൻ എന്ത് യോഗ്യത എന്നൊക്കെ എന്നെ വിധിക്കുന്നവരുടെ മുമ്പിലും നമ്മൾ ഒരു കാലത്തും അതെ അവരോട് ഒരു പ്രശ്നത്തിന് പോരാ, സൗമ്യതയോടെ അവരെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്യുക, കർത്താവിനോട് കൂടെ മാത്രം സഞ്ചരിക്കുക. ദൈവേഷ്ടം ചെയ്യുന്ന മക്കളായി ഇന്ന് പകൽക്കാലവും നമ്മളെ തീർക്കണമേ എന്ന് നമ്മുടെ സങ്കടങ്ങളെയും കഷ്ടങ്ങളെയും പ്രതികൂലങ്ങളെയും ദുഃഖങ്ങളെയും അതേ സ്തോത്രം എല്ലാം മാറ്റി അതേ നമ്മളെ നിത്യ ആനന്ദം കൊണ്ട് സന്തോഷമുള്ളവരാക്കി തീർക്കുന്ന നമ്മുടെ അപ്പൻ്റെ കൂടെ വസിക്കുന്ന ഒരു ദിവസം അടുത്തു വന്നിരിക്കുന്നു. അതിനിയും അധികം താമസമില്ല. അതുകൊണ്ട് അതിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ എന്നോടുകൂടെ പാടുവാനും പ്രസംഗം കേൾക്കുവാനും അതെ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ അത് ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് രൂപാന്തരപ്പെട്ടുവെങ്കിൽ ഈ വചനം ഞാൻ പറഞ്ഞതുകൊണ്ട് കേട്ട നിങ്ങളും അതെ പറഞ്ഞ എനിക്ക് ഒരു രൂപാന്തരം സംഭവിച്ചുവെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് സ്വയം നമ്മൾ നല്ലതാകാൻ നോക്കിയാലൊന്നും നല്ലതാകത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ ഓരോ ദിവസവും അതേ സ്വർണ്ണത്തിൽ നിന്ന് കീടം നീക്കുന്നത് പോലെ, വെള്ളിയിൽ നിന്ന് കീടം മാറ്റുന്നത് പോലെ നമ്മളെ ആ കീടത്തെ നമ്മളിൽ നിന്ന് ദിനം പ്രതി മാറ്റി നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്ന ശോധനയ്ക്കകത്തൂടെ ദൈവം നമ്മളെ കൂടെ ഉണ്ട്. തട്ടാൻ്റെ കയ്യിലിരിക്കുന്ന ഗോൾഡ് ശുദ്ധീകരിക്കുമ്പോൾ തട്ടാൻ അതിനെ വിട്ട് ഇടം വലം പോകത്തില്ല. അത് പോയാൽ അത് ഇച്ചിരി കൂടിപ്പോയി അത് ഉരുകിപ്പോകാൻ സമ്മതിക്കത്തില്ല. അത് നല്ലൊരു ഗോൾഡായി നല്ലൊരു തങ്കമാക്കി തീർക്കാൻ തട്ടാൻ്റെ ആ ശ്രമം, അതേ അവൻ്റെ മുഖം അത് നല്ല ഭംഗിയായിട്ട് ആ മുഖം കാണുന്നത് വരെയും അവനതിനെ ക്ലിയർ ചെയ്യുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ സ്വരൂപം നമ്മളിൽ കാണുന്നത് വരെയും നമ്മൾക്കൊരു ശുദ്ധീകരണ ശാലയിലാണ് നമ്മൾ.
ഇന്ന് പകൽക്കാലം നമ്മളെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. കഷ്ടങ്ങൾ വരുമ്പോൾ ഭാരപ്പെടാതെ നമ്മൾ പ്രാർത്ഥിക്കാം. അതെ, ഏതൊക്കെ സങ്കടാവസ്ഥയിൽ കൂടെ തന്നെയാണോ യാത്ര ചെയ്യുന്നത്? മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയാണോ? നിന്ദയാണോ? പരിഹാസമാണോ? ശൂന്യതയാണോ? കഷ്ടതയാണോ? ഇതിനകത്തൂടെ ദൈവം പൊന്നുപോലെ ദിവസങ്ങൾ കൊണ്ടുവരും. ഭാരപ്പെടണ്ട. ഏതവസ്ഥയിലായിരുന്നാലും ഇന്ന് പകൽക്കാലം ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു, താമസിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി കഴിഞ്ഞ് ഇന്ന് പ്രഭാതം, പകല്, രാത്രി കഴിഞ്ഞ് നാളെ നമുക്കൊരുമിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പരിവർത്തനമായിരിക്കാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ രാത്രിയും പകലും പോലെ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങൾ കാണാൻ പോവുക. ആമേൻ, സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുവാനും പാടുവാനും കർത്താവിൻ്റെ വചനം ചിന്തിക്കുവാനും, കർത്താവെ, നിത്യനരകം എന്താണ്, നിത്യസ്വർഗം എന്താണെന്നും അതിലേക്ക് പോകാൻ അർഹതപ്പെട്ടവരാരാണെന്നും ഞങ്ങൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് കർത്താവെ ന്യായവിധിക്ക് കാരണമായി തീരാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, നീതിയോടെ, സത്യത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ വളരെയധികം ആർത്തിയോടെ ആഗ്രഹിക്കുന്നു. അതിന് ഒരു ശകലം പോലും വ്യത്യാസം വരാതെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ നല്ല ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുകയ കർത്താവേ, നിൽപ്പാനുള്ള ദൈവകൃപ തരണമേ. പ്രതികൂലം എടുത്തു മാറ്റുവാൻ ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ നിൽക്കുവാനുള്ളൊരു ദൈവകൃപ ഇത് ഞങ്ങൾക്ക് തരണമേ. അപ്പാ, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ സകല മേഖലകളിലും കർത്താവിൻ്റെ കരുണയും കൃപയും കൂടെ ഇരുന്നാട്ട്. ഇന്ന് പകൽക്കാലം സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിപ്പാൻ, കർത്താവെ, ഞങ്ങളുടെ ദേശത്തൊരു ദൈവശക്തി വ്യാപരിപ്പാൻ, ജനത്തിൻ്റെ മേലൊരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ, കർത്താവെ, എല്ലാ സകല ജനത്തെയും തിരുക്കരങ്ങളിൽ, കോടിക്കണക്കിന് ജനങ്ങൾ ഈ കർണാടക സംസ്ഥാനത്തിൽ വന്നു ചേർന്നവരും, അതേ പഠിക്കുവാൻ വന്ന കുഞ്ഞുങ്ങൾ, ജോലിക്കായി വന്ന മക്കൾ, കർത്താവയുടെ താമസം ഉറപ്പിക്കുവാൻ വന്നവർ, കർത്താവെ, പല ദേശക്കാർ, പല രാജ്യക്കാരിവിടെ ഉണ്ട്. എന്നാൽ ഈ ദേശത്ത് കർത്താവിൻ്റെ ഇഷ്ടം വെളിപ്പെടുവാൻ, കർത്താവ്, ഈ അന്ത്യനാളിൽ കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി എന്നുള്ള തിരിച്ചറിവോട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. സകല മത നേതാക്കന്മാരെ, ഭരണാധികാരികളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികളായി, പീഡിതരായി, കഷ്ടത അനുഭവിക്കുന്ന മക്കളെ എല്ലാം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നാദാ, കേരള സംസ്ഥാനത്തോട് നീ മനസ്സലിയണമേ. 14 ജില്ലകളിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തുള്ള 28 സ്റ്റേറ്റിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പാ. കർത്താവെ, 9 കേന്ദ്രഭരണ പ്രദേശ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നാദാ, നിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇറങ്ങി സകല മാനവരാശിയും വിടുവിക്കപ്പെടുവാൻ മതനേതാക്കന്മാർ, ഭരണാധികാരികളെ എല്ലാം ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ജനവും വിടുവിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആമേൻ സുവിശേഷ നിമിത്തം കഷ്ടം അനുഭവിച്ച് ജയിലറകളിലൊക്കെ കിടക്കുന്ന ദൈവമക്കളുണ്ട്. അവരെ സഹായിക്കുവാനും, കർത്താവെ, അവർ കോടതികളൊക്കെ കയറി ഇറങ്ങുമ്പോൾ ദൈവമേ, പലരും എന്നെ വിളിച്ചല്ലോ കർത്താവെ, അവർക്ക് പോകുവാനുള്ള സാമ്പത്തികം, കർത്താവ് നിമിത്തം നിന്നെ അനുഭവിച്ച് ജയിൽ കേസുകളും പ്രശ്നങ്ങളുമായി കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് ആ കേസിന് കർത്താവെ പോകുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, കോടതി ചെല്ലുവാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കള് കർത്താവെ എന്നെ വിളിച്ചല്ലോ. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട സാമ്പത്തികം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ അവർക്ക് വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വഴികളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. അവർക്കതിൻ്റെ പലിശയും കൂട്ടുപലിശയും കൂട്ടി അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശ രാജ്യങ്ങളിൽ, കർത്താവെ, ലോകരാജ്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. മിഷണറിമാരായി പോയ കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ശക്തിയേറിയതും മൂർച്ചയേറിയതുമാക്കി തീർക്കണമേ. സകല രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന കർത്തൃദാസന്മാർക്കായി, വിശ്വാസികൾക്കായി, ദൈവത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മക്കൾക്കായി നന്ദി പറയുന്നു. എല്ലാ ജനത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സകല മാനവരാശിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിവിധ പ്രശ്നങ്ങളായി, പ്രതികൂലങ്ങളായി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വളരെ സങ്കടത്തോടെ എന്നെ വിളിച്ചവർ ഈ ദിവസങ്ങളുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട്
പല മാതാക്കൾ എന്നെ വിളിച്ചു, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ട് ആമേൻ സ്തോത്രം, ആരും തന്നെ സഹായിക്കാനില്ലാതെ എന്നെ നിന്ദിക്കുന്നു, എനിക്ക് പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം വിശ്വാസത്തിൽ വന്നിട്ട് അവർ കർത്താവേ ഹല്ലേലൂയ നിരാശരായി ആമേൻ സ്തോത്രം, പല മുറിവുകളാൽ അവർ തിരിഞ്ഞുപോയവരൊക്കെ അങ്ങനെ ഒരവസ്ഥയിലായിട്ട് മാതാപിതാക്കൾ പറഞ്ഞു, പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെന്ന്. ലോകപ്രകാരം നെട്ടോട്ട് ഓടുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി, വിവാഹം, തലമുറയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കള് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. സാമ്പത്തികമായി വളരെ ശൂന്യത അനുഭവിച്ച് ആമേൻ സ്തോത്രം, ഇനി മുന്നിൽ ഒരു വഴിയുമില്ല സിസ്റ്ററെ എന്ന് പറഞ്ഞ ആമേൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, രോഗികളായവർ, കഷ്ടത അനുഭവിക്കുന്നവർ, കിടക്കയിൽ എഴുന്നേൽക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവ് വിവിധ ആവശ്യങ്ങളായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവർക്കായി സ്തോത്രം. ഈ ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ സകല വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കണമേ. സ്വർഗീയമായ നന്മ അനുഭവിപ്പാൻ അവരെ സഹായിക്കണമേ. സകല നന്മകൾ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം നിറയ്ക്കും. സകല വഴികളും ദൈവത്താൽ തുറക്കപ്പെട്ടതിനായി സ്തോത്രം. മരുഭൂമിയിൽ ഒരു നീരുറവ കർത്താവെ കൊടുത്തതുപോലെ, ഹാഗാറിനെ കൊടുത്തതുപോലെ കർത്താവെ, തീക്കൽ പാറയിൽ വെള്ളത്തെ പുറപ്പെടുവിച്ച ദൈവം, മരുഭൂമിയിൽ നീരുറവയെ തന്ന ദൈവം, ഹല്ലെ ചെങ്കൽ പാത ഒരുക്കിയ ദൈവം, ഒരു കൊടുങ്കാറ്റടിച്ചപ്പോൾ ഇതെന്തിനായി കൊടുങ്കാറ്റെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആ കൊടുങ്കാറ്റ് നാശത്തിനല്ല, അതൊരു ചെങ്കൽ പാത ഒരുക്കാനാണെങ്കിൽ ഈ ദിവസങ്ങൾ ഞങ്ങളുടെ മേൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ ഹല്ലേലൂയ ഒരു ദൈവ പ്രവർത്തിക്കായിട്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. നന്ദിയോട് സ്തോത്രം. എല്ലാം യൂട്യൂബ് ചാനലുകളുടെ കമൻറ്റ് ബോക്സിൽ കർത്താവെ വിഷയങ്ങളെ പ്രാർത്ഥിക്കണമേ എന്നാവശ്യപ്പെട്ട മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകലർക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ സഹോദരവർഗ്ഗങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദേശം, രാജ്യം, ലോകരാജ്യങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. സകലരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ ആത്മാവോലും നിത്യനരകത്തിലേക്ക് പോകുവാൻ അനുവദിക്കല്ലേ. മനുഷ്യർക്കായിട്ടുള്ളതല്ല നിത്യനരകം, എന്നാൽ ഹല്ലേലൂയ പിശാചിനും അവൻ്റെ കിങ്കരന്മാർക്കുമാണെങ്കിൽ ഒരു അന്ധകാര ശക്തി ഞങ്ങളുടെ കർത്താവെ സഹോദരങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിലും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനവും സന്തോഷവും ആശ്വാസവും സ്വസ്ഥതയും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയും ബലവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.